മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഞാൻ അനുഭവിച്ചിട്ടുള്ളത് 2010 തൊട്ടാണെങ്കിലും ശരി, ദ മോസ്റ്റ് അവൈലബിൾ ബിഷപ്സ് പങ്കെടുക്കുന്ന ഒരേ ഒരു കോൺഫറൻസ്, ഒരേ ഒരു സംഘടന മീറ്റിംഗ്. ചിലപ്പം ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി പല തിരക്കുകൾ കാരണം ആരെയും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടിയും ബിഷപ്പ്മാരില്ലെങ്കിലും ഇവിടെ സ്പീക്കേഴ്സായിട്ട് വരുന്ന നിങ്ങളുടേതായ മേഖലയിൽ നിങ്ങൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരോടാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രമല്ല, തീർച്ചയായിട്ടും ഇങ്ങനെ ജീവിതത്തിൽ വിജയിച്ച, വ്യത്യസ്ത മേഖലയിൽ വിജയിച്ച ഇവർക്ക് സഭയ്ക്കും ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന യുവസമൂഹത്തിനും, ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുക, യുവസമൂഹത്തിനും എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ചോദിക്കാം. അങ്ങനെയെങ്കിൽ മൈക്ക് ദയവ് ചെയ്ത് നമുക്ക് ഓഡിയൻസിന് കൊടുക്കാം. മാധ്യമരംഗത്ത് 3 പ്രമുഖമായ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത് ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദുവിലിപ്പം ഡൽഹിയിൽ റെസിഡൻറ്റ് എഡിറ്ററായിരിക്കുകയാണ് വർഗീസ് സാറ്. തീർച്ചയായിട്ടും സാറും, ഞാൻ KG അബ്രഹാം സാറിനെ പറ്റി പറഞ്ഞു, സാറ് 200 ദിനാറിൻ്റെ കാര്യമാണ് സാറ് പറഞ്ഞല്ലേ, 20 ദിനാർ, 2000 രൂപ ശമ്പളത്തിൻ്റെ കാര്യം സാറ് പറഞ്ഞു. അതെ, 60 ദിനാർ. സാറ് അംഗീകരിക്കുമില്ലെന്നറിയില്ല. ഞാൻ UAE എന്നറിയുന്നത് ഇപ്പം സാറിൻ്റെ കമ്പനിക്ക് ലഭിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ വില തന്നെ 2000 കോടിയിലധികമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, നമുക്കും കുറച്ച് സോഴ്സസ് ഒക്കെ ഉണ്ട് സാർ. അപ്പം തീർച്ചയായിട്ടും കേൾക്കുന്ന ഓഡിയൻസിന് നിങ്ങൾക്ക് ഇവരോട് ചോദിക്കാം. കാരണം ഇവർ നമ്മുടെ മാർത്തോമ സഭയിലൂടെ വളർന്നു വന്ന, ലോകം അറിയപ്പെടുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇവരോട് ചോദിക്കാൻ നൗ ഫ്ലോർ ഈസ് യോഴ്സ്. ഒരു നല്ല കൈഡി കൊടുക്കാം. വി ഹാവ് എ വെരി വൈബ്രൻറ്റ് പാർട്ടിസിപ്പൻ്റ് ഓവർ ദെയർ. എൻ്റെ പേര് ബെനീറ്റ. ഞാൻ UC കോളേജ് ആലുവയിലാണ് പഠിക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ വർഗീസ് സാറിനോടാണ്. ഞാൻ 12th കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്ക് മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ വീട്ടിൽ എക്സ്പ്രസ് ചെയ്ത സമയത്ത് എൻ്റെ കുറേ റിലേറ്റീവ്സും ആൾക്കാരൊക്കെ പറഞ്ഞു, ഓക്കെ, അതൊരു ഗേൾസിന് ഭയങ്കര സെക്യൂർ പ്രൊഫഷൻ അല്ല, ഒട്ടും സേഫ് സ്പേസ് അല്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഡിസ്കറേജ് ചെയ്തു. വീട്ടിൽ മമ്മിയും പപ്പയൊക്കെ ആണെങ്കിലും അതേ ഒപ്പീനിയനാണ് പറഞ്ഞത്. അപ്പം പപ്പ ജേർണലിസം പഠിച്ച ഒരാളാണ്. അപ്പം അങ്ങനെ പറഞ്ഞു, ആസ് എ മീഡിയ പേഴ്സൺ വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദാറ്റ്? ഐ വുഡ് ലൈക്ക് ടു നോ. ഉത്തരം കേട്ടിട്ട് വേണം ബെനീറ്റയ്ക്ക് വീട്ടിൽ പോയി അപ്പനോടും അമ്മയോടും ഈ ചോദ്യം തിരിച്ചു ചോദിക്കാൻ അല്ലേ, പ്ലീസ്. അല്ല, ഈ സാഹചര്യം ഈസ് വെരി ഫെമിലിയർ. കാരണം ഞാൻ ജേർണലിസ്റ്റ് ആകുന്നതിനെ പറ്റി സംസാരിച്ചപ്പോൾ 28 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരണം എന്ന് പറയുന്നത്. അന്ന് ഏതോ ഒരു മോഹൻലാൽ സിനിമയിൽ മോഹൻലാൽ ഇങ്ങനെ സഞ്ചിയൊക്കെ തൂക്കി പോലീസിൻ്റെ ഇടിമേടിക്കുന്ന ഒരു പത്രപ്രവർത്തക കഥാപാത്രം ഉണ്ടായിരുന്നു. അതുമായിട്ടായിരുന്നു ഒരു ബെഞ്ച് മാർക്കിംഗ് നടത്തിയത്. പക്ഷേ ദാറ്റ് എപ്പാർട്ട്, ജേർണലിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരെയും എൻകറേജ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെങ്കിൽ നിങ്ങളൊരു കരിയർ കൗൺസിലിംഗ് അപ്രോച്ചിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജേർണലിസം അല്ലെങ്കിൽ മാസ് മീഡിയ കോളേജിൽ പോയി പഠിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ നിങ്ങളൊരു മെഡിക്കൽ ഡോക്ടർ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു എൻജിനീയർ ആവുകയാണ്, ഒരു എൻജിനീയർ ടേൺഡ് ജേർണലിസ്റ്റ് ഒരു പക്ഷേങ്കിൽ ഇപ്പോൾ ബെൻസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഒരു നോർമൽ ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ സാധാരണ മനുഷ്യർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട്സ്, സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പൊളിറ്റിക്കൽ സയൻസ്, ഈ രീതിയിലൊക്കെയുള്ള ലീഗൽ സ്റ്റഡീസ്, ഇതൊക്കെ പഠിച്ചതിന് ശേഷം ജേർണലിസം മാസ് മീഡിയയിലേക്ക് പോകുന്നതാണ് ഡിസൈറബിൾ എന്നുള്ളതാണ് ഒരു കരിയർ ചോയ്സ് നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ തന്നെ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ജേർണലിസം പഠിക്കുന്നതിനെപ്പറ്റി ആലോചിച്ചു, ചെയ്തു. പക്ഷേ അതിനുശേഷം അതിൻ്റെ ഒരു അപര്യാപ്തത മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ വേറെ രീതിയിലുള്ള സോഷ്യൽ സയൻസ് MA MPhil ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ഒരു ജേർണലിസ്റ്റ് ജോലിയിലേക്ക് മാറിയത്. അപ്പോൾ നിങ്ങൾ നേരെ 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു ജേർണലിസം ഡിഗ്രി ഐ വുഡ് നോട്ട് റിയലി എൻകറേജ്. ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് പല രാജ്യങ്ങളിലും ഡെലിഗേറ്റായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടല്ലേ സാർ? ഗവൺമെൻറ് റെപ്രസെൻ്റ് ചെയ്യുന്നതിലുപരിയായി നേരത്തെ ഈ ഇന്ത്യയുടെ ഈ പ്രധാനമന്ത്രിമാരും മന്ത്രിമാരും പ്രസിഡന്റുമാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഒരു പത്രപ്രവർത്തക പ്രതിനിധി സംഘം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസായിരുന്നു. അങ്ങനെയുള്ള അനേകം യാത്രകളിൽ പങ്കാളിയാകാനുള്ളൊരു അവസരം
എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് വർഗീസ് സാറിനോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. സാർ ഇപ്പോൾ ഹിന്ദുവിലാണ് വർക്ക് ചെയ്യുന്നത്. ഹിന്ദു എന്ന് പറയുമ്പം ഏതൊരു UPSC ആസ്പിറൻസും നമ്മുടെ നാട്ടിലൊരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ ഇഷ്ടംപോലെ ഹിന്ദു അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡെയിലി നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും. ഹൈലി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ കാണാം. എന്നാൽ ഇന്നത്തെ പ്രസൻറ്റ് കേരളത്തിലെ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ മുഖ്യധാര മീഡിയാസ് പലതും സെൻസേഷണൽ ന്യൂസിൻ്റെ പുറകെ പോകുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടിങ്ങിലോട്ട് മാറും. അപ്പം ന്യൂസ് പണ്ട് ആൾക്കാർ പറയുന്നത് ന്യൂസ് കാണുക, ലോകത്തെപ്പറ്റി കൂടുതൽ അറിയുക, ആ ഒരു ഇൻഫർമേഷൻ ഗെയിനിങ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു മെയിൻ സ്ട്രീം ന്യൂസിൽ നിന്ന് കിട്ടുന്നത് വളരെ കുറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. സാറിന് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ലോകത്തിലെ ലോക സമൂഹത്തിന് മുമ്പിൽ സമൂഹം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് താങ്കളിപ്പം ഇവിടെ പറഞ്ഞ കാര്യം. കാരണം നമ്മളുടെ എല്ലാ ചിന്തകളും നമ്മളുടെ സമൂഹത്തിലുള്ള എല്ലാ സംസർഗങ്ങളും ഫണ്ടമെൻ്റലി ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള സോഫ്റ്റ്വെയർ വെച്ചാണ്. നമ്മുടെ ഇൻഫർമേഷൻ ഇക്കോസിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, നമ്മൾ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ അഭിപ്രായം രൂപീകരിക്കുന്നതിൽ മീഡിയ ചെലുത്തുന്ന സ്വാധീനം, അഭിപ്രായത്തിന് മുമ്പ് തന്നെ ഈ ഫണ്ടമെൻ്റൽ ഫാക്ട്സ് നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരുന്നതിൽ മീഡിയയ്ക്കുള്ള പങ്ക്, ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കൺവെൻഷനലി ഉണ്ടായിരുന്ന മീഡിയ ബിസിനസ് മോഡൽസ് എല്ലാം തന്നെ കൊലാപ്സ് ചെയ്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ, വാട്സാപ്പ് ഫോർവേഡാണ് നമ്മുടെ ഇൻഫർമേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായി ഈ ഒരു അൺസസ്പെക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ കൺസ്യൂമർക്ക് മുമ്പിൽ ചുമ്മാതെ കൊടുക്കുന്ന ലഹരി പദാർത്ഥം പോലെയുള്ളൊരു സാധനമാണ് ഈ വാട്സാപ്പ് ഫോർവേഡായി നിങ്ങൾക്ക് മുൻപിൽ വരുന്ന ഇൻഫർമേഷനും ഒപ്പീനിയനും എല്ലാം തന്നെ. അത് നിങ്ങളെ അഡിക്റ്റാക്കി മാറ്റുന്നു. ലോകം മൊത്തം, ലോക സമൂഹത്തിൻ്റെ സ്പർദ്ധയ്ക്കും എല്ലാ രീതിയിലുള്ള ടെൻഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കണ്ടാമിനേറ്റഡ് ഇൻഫർമേഷൻ എക്കോസിസ്റ്റമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ് മോഡലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഒരു എൻ്റയർ ഡിഫറെൻറ്റ് ഡേയ്സ് സെമിനാറാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ, വി ഹാവ് ടു പേ ഫോർ ഇൻഫർമേഷൻ. അത് നമ്മുടെ ഒരു പ്രിൻസിപ്പിളായി മാറും. ഒരു നല്ല പത്രം മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാപ്പി കുടിക്കുന്നതിൻ്റെ, ഒരു ഏതെങ്കിലും ഒരു നല്ല കോഫി ഷോപ്പിൽ പോയിട്ട് ഒരു കാപ്പി കുടിക്കുന്നതിൻ്റെ ചിലവേ ഉള്ളൂ 300 രൂപ എന്ന് പറയാം. അപ്പോൾ ആ 300 രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ ഇൻഫർമേഷൻ ഉണ്ടാക്കുകയും ആ ഒരു ബിസിനസ് മോഡലിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ തന്നെ ഒരു വലിയ ആവശ്യമാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ സെൻസേഷണലൈസ് ചെയ്യുന്ന ആൾക്കാർ അവരങ്ങനെ സെൻസേഷണലൈസ് ചെയ്തേക്കാം എന്നും കണ്ട് രാവിലെ ഇറങ്ങുന്നതല്ല. അതൊരു വിഷ്യസ് സർക്കിൾ അങ്ങനെ രൂപപ്പെടുകയാണ്. ഞാൻ കൂടുതൽ സെൻസേഷണലൈസ് ചെയ്താൽ എനിക്കതിനകത്ത് കൂടുതൽ റവന്യൂ ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒരു ട്രാപ്പിലേക്ക് ഇൻഡിവിജ്വലിയും സോഷ്യലിയും നമ്മളിങ്ങനെ സ്പൈറൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർഗനൈസിങ് സെക്രട്ടറി ആണെങ്കിലും എൻ്റെ മനസ്സിൽ കുറേ നാളുകളായി രൂപം കൊണ്ട ഒരു ചോദ്യം സാറിനോട് ചോദിക്കാനായിട്ട്, വർഗീസ് സാറിനോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം ഇന്ന് കാണുന്നതും കേൾക്കുന്നതും 2 തരം വാർത്തകളാണ്. ഒന്ന് വിഷ്വൽ മീഡിയയിൽ വരുന്ന വാർത്തകളും രണ്ടാമതായി പ്രിൻ്റ് മീഡിയയിൽ വരുന്ന വാർത്തകളും. വിഷ്വൽ മീഡിയ വാർത്തകളെ ഇന്ന് നാഷണൽ മീഡിയാസിനെയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റിലെ മീഡിയാസിനെയും പലപ്പോഴും അതൊരു ബയസ്ഡായിട്ടുള്ള, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിലക്കെടുത്ത മീഡിയകളാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് അവിടെ നടക്കുന്ന ചർച്ചകളും സംവാദങ്ങളും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ നിഷ്പക്ഷരായ ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യം. എന്നാൽ പ്രിൻ്റ് മീഡിയാസ് കുറച്ചുകൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിന് ശ്രമിക്കുന്നുമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ജനറേഷൻ്റെ പ്രത്യേകത, അവർ കുറച്ചുകൂടെ വിഷ്വൽ മീഡിയയുടെ മുന്നിലേക്കാണ് പോകുന്നത്. പ്രിൻ്റ് മീഡിയാസിനെ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. അതായത് ദിനപത്രങ്ങൾ വായിക്കുന്ന ഒരു തലമുറയുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലും കൂടെയാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താവും? ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ വിഷ്വൽ മീഡിയാസിൻ്റെ സ്വാധീനം വളരെ കൂടി വരുമ്പോൾ പലപ്പോഴും അർത്ഥസത്യങ്ങളും അസത്യങ്ങളും ആൾക്കാർ വിശ്വസിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെ ഒരു സാധ്യത സാറ്
മുന്നിൽ കാണുന്നുണ്ടോ? എന്താണ് സാറിൻ്റെ അഭിപ്രായം? സിമ്പിളായിട്ടുള്ള ഒരു ആൻസർ പറ്റാത്തൊരു ചോദ്യമാണെങ്കിൽ പോലും, ഒന്ന്, ഈ മീഡിയയിൽ നമ്മൾ കാണുന്നത് ഒരു ജനറൽ സോഷ്യൽ കൺസെൻസസ് ഉള്ള ചില കാര്യങ്ങളുടെ റിഫ്ലക്ഷനാണ് നമ്മൾ മീഡിയയിൽ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് ഇന്ത്യയിലെ ഒത്തിരി ആൾക്കാർ വിശ്വസിക്കുന്നു. അപ്പോൾ അന്നത്തെ പത്രപ്രവർത്തനം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഈ നിഷ്പക്ഷത എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി റിഗറസായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു ഐഡിയ ആണ്. പല എല്ലാ കമ്മ്യൂണിക്കേഷനും ഒരു പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് പലപ്പോഴും. ഇപ്പോൾ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. പക്ഷെങ്കിൽ കിഴക്കുദിക്കുന്ന സൂര്യൻ്റെ ഫാക്റ്റ് ഒരു മരുഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യനും ഒരു ഫോറസ്റ്റഡ് ഏരിയയിൽ താമസിക്കുന്ന ആളിനെ സംബന്ധിച്ചുള്ള ആ എക്സ്പീരിയൻസ് ഡിഫറൻസ് ആണ്. അപ്പോൾ പല രീതിയിലും നിഷ്പക്ഷത എന്ന് പറയുന്നത് പോലും ഒരു റിലേറ്റീവാണ് എന്നുള്ള, ആപേക്ഷികമാണ്, റിലേറ്റീവാണ് എന്നുള്ള ഒരു ഹ്യൂമിലിറ്റിയും അക്സെപ്റ്റൻസും നമുക്ക് വേണം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ മീഡിയയ്ക്ക് വന്നിട്ടുള്ള ഒരു അപജയം എന്ന് പറയുന്നത് ഒരു ജനറൽ ഡെത്ത് ഓഫ് എക്സ്പെർട്ടീസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ പല സോഷ്യൽ സയൻറ്റിസ്റ്റുകളും കഴിഞ്ഞ ഒരു 10 വർഷത്തോളം ഇത് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പം ഒരു സോഷ്യൽ മീഡിയയിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊളസ്ട്രോൾ നിയന്ത്രിക്കേണ്ടതെന്ന് MD-യും ഒക്കെ പഠിച്ച് 25 വർഷമായിട്ട് ഇതേപ്പറ്റി റിസർച്ച് നടത്തിയ ഒരു പ്രൊഫസർ പറയുന്ന അതേ ഒപ്പീനിയനെ ജനങ്ങളൊക്കെ കയറി അങ്ങ് പറയുകയാണ്, അങ്ങനെയല്ല കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനാണ് കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് നമ്മുടെ സോഷ്യലി നമ്മൾ റിജക്റ്റ് ചെയ്തു. എന്തുകൊണ്ടത് റിജക്റ്റ് ചെയ്തു? അതിനുള്ള ടൂൾസ് നമ്മളിലുണ്ട്. കാരണം ഇത് തെറ്റല്ല എന്ന് മൈക്ക് വെച്ച് പറയുവാൻ ഉള്ള ടൂള് ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ എനിക്ക് കിട്ടി. അപ്പോൾ ഇതൊരു സോഷ്യൽ ക്രൈസിസാണ്. എന്താണ് നമ്മൾ ഒരു ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ട്രൂത്ത് എന്താണ്, ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് എന്താണ്, ജനറലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്താണ്, ഈ എല്ലാ കാര്യങ്ങളിലും ഒരു ഭയങ്കര ഫ്രാഗ്മെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ മീഡിയ അത് ആക്ച്വലി റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മീഡിയ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടൊരു പരിധി വരെ. പക്ഷേ അഗെയിൻ അതൊരു വിഷ്യസ് സർക്കിളാണ്, ഒരു ചിക്കൻ ആൻഡ് എഗ് സ്റ്റോറിയാണ്. അത് വിൽക്കുന്നതിനാൽ ഞാനത് പറയുന്നു, ഞാൻ പറയുന്നതിനാൽ കൂടുതൽ പേര് അത് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഇൻഫർമേഷൻ ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മേജർ ക്രൈസിസ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനെന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കുവാനുള്ള പ്രാപ്തിയോ ബാൻഡ് വിഡ്ത്തോ എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആസ് എ പ്രാക്ടീഷണർ വി ട്രൈ ടു ഗാർഡ് അഗെയിൻസ്റ്റ് ദീസ് കൈൻഡ് ഓഫ് ഡേഞ്ചേഴ്സ് by not sensationalizing, by, for example, reporting crime stories are very easy to sell because everybody is interested in knowing, but we as a practice we don't get deep into it unless there is a social pathology involved in a crime situation. We do not really go deep into crime reporting. Somebody has done this thing, really does not add any social good. So those are individual decision or institutional decisions that we can do, but generally the market situation does not support that. Yeah. So സാറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ വസ്തുതകളെക്കാൾ ഉപരി ഇക്ലിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സമൂഹം പോയി എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനും കൂടിയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതല്ലേ. കാരണം പലപ്പോഴും ടി വിയിലൊരു ചർച്ച എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഐശ്വര്യയ്ക്ക് കുഞ്ഞുണ്ടായെങ്കിൽ അതിൻ്റെ ഫോട്ടോ കാണാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ദിലീപാണോ അതിജീവിതയ്ക്ക് പ്രയാസമുണ്ടാക്കിയത് എന്നുള്ളതിലേക്കും ഒക്കെ ചർച്ച പോകുന്ന, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ പോകുന്ന രീതിയിലേക്ക് മാധ്യമങ്ങളും കേൾവിക്കാരും താണു പോയിട്ടുണ്ട് എന്ന് നമ്മൾ ചലഞ്ച് ചെയ്യണം. സർ, ഈ ഒരു ക്രൈസിസിനെ പറ്റി പറഞ്ഞപ്പം KG എബ്രഹാം സാറിൻ്റെ ഒരു ചോദ്യം, 2 വർഷത്തിനുള്ളിൽ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാറിൻ്റെ പ്രൊഫഷണൽ ലൈഫിലൊരു വലിയ ക്രൈസിസ് ഉണ്ടായ ഒരു സമയമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കുവൈറ്റിലൊരു വലിയൊരു ചലഞ്ച് ഉണ്ടായി. അതിൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ശരിയാണെങ്കിൽ 46ഓളം ആൾക്കാർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടൊരു സമയം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ മീഡിയ ഒരു വസ്തുത, എന്തെങ്കിലും ഒരു സംഭവം കിട്ടാനിരിക്കുകയാണ് ആൾക്കാരെ കടിച്ച് കീറാനായിട്ടൊക്കെ. ഈ ഒരു കാലഘട്ടം സാറിന് എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ സാർ അതിനെ എങ്ങനെയാണ് സാറിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയത്? എനിക്ക് വ്യക്തിപരമായിട്ട് സാർ എങ്ങനെയാണ് സാറിൻ്റെ എംപ്ലോയീസിൻ്റെ കൂടെ നിന്നെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം എനിക്ക് ചില ആൾക്കാരെ അറിയുകൂടി ചെയ്യാം. എന്നാൽ സാറ് സമൂഹം എങ്ങനെയാണ് സാറിനെ ആ ഒരു ഇഷ്യൂവിൽ കണ്ടതും സാറിന് എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതൊന്ന് പറയുകയാണെങ്കിൽ. ഞങ്ങളുടെ
ആൾക്കാർ താമസിക്കുന്ന ബിൽഡിങ്ങിൽ ഒരു ഫയർ ഉണ്ടായി. ഇറ്റ് വാസ് അറൗണ്ട് 4 o'clock മോർണിംഗ്, 4:30. അതൊരു 6 നില ബിൽഡിങ്, സെൻട്രൽ എയർ കണ്ടീഷൻ ബിൽഡിംഗ് ആണ്, അല്ലാതെ ഒരു ക്യാമ്പല്ല. ഞങ്ങളുടെ ഫ്ലാറ്റ്, ഓരോ ഫ്ലാറ്റിലും 5-6 പേര്, അതിൻ്റെ അകത്ത് 3 ബെഡ്റൂമും 2 ബാത്റൂമും ഒക്കെ ഉള്ള ഓരോ ഫ്ലാറ്റ് സിസ്റ്റമാണത്. അത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സംഭവിച്ചത്. അതൊരു വല്ലാത്ത ഒരു പ്രയാസം ഞങ്ങൾക്കെല്ലാം ഉണ്ടാക്കി. ഞങ്ങളുടെ 49 പേരെ അത് തീയും പുകയും കൂടി കവർന്നെടുത്തു. അതൊത്തിരി പ്രയാസമായിരുന്നു ഞങ്ങൾക്ക്, കംപ്ലീറ്റ് കമ്പനിക്ക്. എങ്കിലും ഞങ്ങളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായി ആണെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാം കാര്യമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ ആ ബോഡി തിരിച്ചെത്തിക്കാനും, അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സഹായം, സെൻട്രൽ ഗവൺമെൻറ് ഫ്ലൈറ്റ് അയച്ചു. അവിടുന്ന് നമ്മുടെ എംബസി വേണ്ടിയ സഹായങ്ങളെല്ലാം ചെയ്തു. എത്രയും പെട്ടെന്ന് അവരുടെ ബോഡി 3 ദിവസത്തിനകം എല്ലാവരുടെയും വീട്ടിൽ എത്തിക്കുന്നതിന് സാധിച്ചു. എന്നാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അന്ന് അവിടെ ഇല്ല, ഞാൻ കേരളത്തിലാണ്. കുവൈറ്റിലുള്ള ഞങ്ങളുടെ എംപ്ലോയീസ്, മാനേജേഴ്സ് എല്ലാം വളരെ ഉത്തരവാദിത്വപരമായിട്ട് ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അന്ന് ഭയങ്കര ചൂടുള്ള ഒരു ദിവസമായിരുന്നു, 55 ഡിഗ്രി ചൂടുള്ളൊരു ദിവസമാണ്. എവിടെയോ അവരുടെ ഫയർഫോഴ്സുകാരുടെ ഇതനുസരിച്ചിട്ട് അവർ പറഞ്ഞത് ഇത് ഓവർ ടെമ്പറേച്ചർ ആയിരുന്നത് കൊണ്ട് എവിടെയോ ഇലക്ട്രിക്കൽ വയർ മെൽറ്റായിട്ട് ഷോർട്ടായി, അങ്ങനെയാണ് തീ പിടിച്ചെന്നാണ് അവരുടെ കണ്ടുപിടിച്ചത്. അത് ഞങ്ങൾ ഉടൻ തന്നെ എല്ലാവരുടെയും വീട്ടിൽ, ഈ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും, മിക്കവാറും സ്റ്റേറ്റിൽ നമുക്ക് ഇവിടുന്ന് ഏകദേശം 46 പേർ ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നു. അത് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒറീസ, UP, അങ്ങനെ പല സ്ഥലം. അവിടെ എല്ലാം ഞങ്ങളുടെ ആൾക്കാർ പോയിട്ട് അവരെ കാണുകയും അവരോട് ഒക്കെ ഞങ്ങളുടെ കണ്ടോളൻസ് അറിയിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ അവരുടെ ഹയേഴ്സിൻ്റെ എല്ലാം പേരും കാര്യങ്ങളും എല്ലാം അതിനോടുകൂടെ ഞങ്ങൾ എടുത്ത് മേടിച്ചിട്ട് 4 ദിവസത്തിനകം $10,000 എന്ന് പറഞ്ഞാൽ 8 ലക്ഷത്തി ചില്ലുവാനും രൂപ അവരുടെ വീടുകളിൽ അവരുടെ അക്കൗണ്ട് ഞങ്ങൾ എത്തിച്ചു കൊടുത്തു. കാരണം ആ സമയത്ത് അവരെ കൂൾ ഡൗൺ ചെയ്യാൻ അതേ ഒക്കത്തുള്ളൂ. സംഭവിച്ചത് അവർക്കെല്ലാം അറിയാം, നമ്മളുടെ ആരും തെറ്റുകുറ്റം ഒന്നുമല്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന 3 കൺട്രികളിൽ വർക്ക് ചെയ്യുന്ന അബുദാബി, കുവൈറ്റ്, സൗദി വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ലൈഫ് ഇൻഷുറൻസ് കവേർഡാണ്. അങ്ങനെ കവേർഡ് ആകാൻ കാരണം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇത്രയും ആൾക്കാർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഹാർട്ട് അറ്റാക്ക് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്യാൻസറിൻ്റെ അസുഖം, അവർക്ക് ഡിസബിലിറ്റിയൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു എമൗണ്ടാണ് ഈ 10 lakh rupees. അത് ഞങ്ങൾ അങ്ങനെ ഒരു ഫണ്ട് ഒരു 25 വർഷം മുമ്പേ ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി ബെനിഫിറ്റ് സ്കീം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു പ്രത്യേക ഫണ്ട് കമ്പനിയിൽ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അത് ഡിസ്പോസ് ചെയ്യാനൊത്തു. അവർക്ക് ഈ ലൈഫ് ഇൻഷുറൻസിൽ ചെയ്തിരുന്നത് കൊണ്ട് ലൈഫ് ഇൻഷുറൻസ് ഒരു കമ്പനിക്കാരും അവരുടെ എംപ്ലോയീസിനെ ലൈഫ് ഇൻഷുർ ചെയ്യത്തില്ല. അവർക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് കാണും, അല്ലെന്നുണ്ടെങ്കിൽ വർക്ക്മാൻ കോമ്പൻസേഷൻ. വർക്ക് സൈറ്റിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആക്സിഡൻറ്റ് വരികയാണെങ്കിൽ മാത്രം അവർക്ക് ഇൻഷുറൻസ് കവേർഡാണ്. അതിനുപരി അതിനോട് കൂടെ ഈ ലൈഫ് ഇൻഷുറൻസ് കൂടെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് 24 മാസം
സാലറി ഇഫ് ഇറ്റ് ഈസ് നോർമൽ ഡെത്ത്. ആക്സിഡൻ്റ് ആയതുകൊണ്ട് 48 months ഞങ്ങൾക്ക് കിട്ടി. അത് ഓൾറെഡി കഴിഞ്ഞ സാങ്ഷനായി 3-4 ദിവസത്തേക്ക് കിട്ടും. ഏകദേശം 20 കോടി രൂപയോളം ഇവർക്കെല്ലാവർക്കും കൂടെ ഞങ്ങൾക്ക് സാങ്ഷനായി. അത് മിക്കവാറും അടുത്ത 2 ആഴ്ച ഞങ്ങൾ ഡിസ്പേഴ്സ് ചെയ്യും. അങ്ങനെയൊക്കെ നമ്മളിവരെ നോക്കുന്നത് കൊണ്ട് ഇവർക്ക് കമ്പനിയോട് ഒരു ഉത്തരവാദിത്വവും അല്ലെന്നുണ്ടെങ്കിൽ ഈ കമ്പനി ഞങ്ങളെ നോക്കുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അവർ പറയത്തുള്ളൂ. ഇവർക്ക് എന്തുവേലും ഒരാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾ സഹായിക്കും. പിള്ളേർ പഠിച്ചുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ ജോലിക്ക് കൊടുക്കും. ഇപ്പോൾ എന്തുവേലും ഒരു നാച്ചുറൽ ഡിസീസ് വന്ന് ക്യാൻസറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ $10,000 വിച്ച് ഇസ് 8 lakh rupees, 8.5 lakh rupees അവർക്കും കിട്ടും. അവർക്ക് പിന്നെ വർക്ക് ചെയ്യാനൊക്കാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കുന്നതുകൊണ്ട് കമ്പനിയോടൊരു സിൻസിയോറിറ്റി ഉണ്ട്. അപ്പം ഒരു പ്രാവശ്യം എൻ്റെ ക്ലയൻറ്റ് KNPCയിലെ ഒരു സൂപ്പറിനുണ്ട് ടീം ലീഡർ എൻ്റെ അടുക്കൽ വിളിച്ച് എബ്രാം ഓഫീസിലോട്ട് വന്നേ. അപ്പോൾ അവൻ സൈറ്റെല്ലാം പോയിട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ദേ ആർ വെരി സിൻസിയർ. അവർ അവിടെ സൂപ്പർവൈഷൻ ഇല്ലെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. അത് വേറൊരു കമ്പനിയുടെ വർക്ക് ഇതെടുത്തിട്ട് അവരെ ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര സക്സസ് ആകുന്നതെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. കാരണം നിങ്ങളുടെ ആൾക്കാർ അവിടെ ഇല്ലെങ്കിലും നിങ്ങളുടെ ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ദേ ആർ സോ സിൻസിയർ. ഞാൻ പറഞ്ഞു സി ദേ ആർ അവർ ബോയ്സ്. they finish the job on time or ahead of time, we give them bonus. We have all other facilities also നമ്മൾ അവരെ കൊടുക്കുന്നുണ്ട്. പിള്ളേർ ഈ സാധാരണ ലേബേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, സ്റ്റീൽ ഫിക്സേഴ്സ്, ഡ്രൈവേഴ്സ്, വെൽഡേഴ്സ്, ഈ ലെവലിലുള്ള ആൾക്കാരുടെ വർക്കേഴ്സിൻ്റെ പിള്ളേർ ഹയർ സ്റ്റഡീസ്, എൻജിനീയറിങ്, മെഡിസിൻ, പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് അവരുടെ ആ 3 വർഷമോ 4 വർഷത്തെ ഫീസ്, ആ സാലറി താഴെയുള്ള പിള്ളേർ അവിടെ നല്ല മാർക്കുള്ളവരുമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കും. അത് അവരുടെ ആ പഠിത്തം കഴിയുന്നതിന് മുമ്പ്. അത് കഴിയുമ്പോൾ എൻജിനീയറിംഗ് പഠിക്കുന്നവരാണെങ്കിൽ ദേ മേ കം ബാക്ക് ടു അസ് ഓൾസോ. ഞങ്ങളുടെ അവിടെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ ജോലിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സിൻസിയോറിറ്റി നമ്മളും അവരുമായിട്ടുള്ളത് കൊണ്ട് there was not even a single person raised their voice. There was only few social media ഇവിടെ അവിടെ അങ്ങനെയാണ്, അവിടെ 10-15 പേരെ റൂമിൽ കിടത്തുന്നുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരിതുണ്ടാക്കി. ഇപ്പം ഞങ്ങളുടെ പിള്ളേർ തന്നെ വന്നിട്ട് പലരും വന്നിട്ട് നീ എന്തോ അറിഞ്ഞുകൊണ്ടാടാ AT&T എന്ന് പറയുന്ന ഒരു ചെറുക്കൻ എന്തോ എൻ്റെ പേര് സുനിലോ അവനോട് ചോദിച്ചു നീ എന്തോ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനിയെ പറ്റി പറയുന്നത്, നീ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് ബോംബാർഡ് ചെയ്തവർ. അവൻ 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് ഐ ആം സോ സോറി, ഞാൻ ഈ ന്യൂസ് ഇട്ടത് മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടാണ്, നിങ്ങളുടെ പിള്ളേർ തന്നെ വന്ന് എന്നെ ബോംബാർഡ് ചെയ്തു, അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് റിയലി അപ്രീഷിയേറ്റ്, ഐ ആം സോ സോറി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് ചെയ്തു. അതാണ് ഞങ്ങളുടെ വളർച്ചയുടെ സീക്രട്ടും അതാണ്. നമ്മുടെ ആൾക്കാർ വളരണം, നമ്മുടെ ആൾക്കാർ കംഫർട്ടബിൾ ആകണം. നമ്മൾ തന്നെ കംഫർട്ടബിൾ ആയാലൊക്കത്തില്ല. നമ്മൾ കംഫർട്ടബിൾ ആകുമ്പോൾ അവർ തന്നെ കംഫർട്ടബിൾ ആക്കും. അവർ കംഫർട്ടബിൾ ആകുമ്പോൾ അവർ ദേ ഹാപ്പി. നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുകയും അവരെ എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡോണ്ട് എവർ വർക്ക് ഫോർ മണി, വർക്ക് ഫോർ കംപ്ലീറ്റ് യുവർ വർക്ക്. വെൻ യു ആർ ഡൂയിങ് മോർ യു ആർ ലേണിംഗ് മോർ. ഇപ്പോൾ ഈ കോളേജിൽ പഠിക്കുന്ന പോലൊന്നും അല്ല, പ്രാക്ടിക്കൽ സൈഡിലോട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇറങ്ങുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. But you learn much more than what you are learning from the school. And നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, you will be able to decision maker because you know the core of the practical experience. So you will be able to learn. When you learn, you will be able to take decision. That decision it can motivate you to grow. അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ
നല്ല ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയാൽ നല്ലത്. ഇല്ലെങ്കിലും എവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഞാനൊരു സാധാരണ ഒരു കൊച്ചു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലാണ് കയറിയത്. അവിടുന്ന് ഞാൻ വളർന്നത് എൻ്റെ ആ സിൻസിയോറിറ്റിയും എൻ്റെ ആ ഇതും കൊണ്ടാണ്. അത് ഞാൻ എല്ലാവരും അതിനെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ജോലി ചെയ്യണം, വളരാൻ വേണ്ടി ജോലി ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും അപേക്ഷിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇന്ന് മാധ്യമങ്ങൾ വളരെ മോശമായ രീതിയിലും നല്ല രീതിയിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ക്രൈസിസിനെ ജെന്യൂനായിട്ടുള്ള മീഡിയാസ് ഒന്നും സാറിന് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെങ്കിലും നമ്മൾ സാർ ചില മീഡിയയുടെ പേര് പറഞ്ഞു. ഞാൻ ആ മീഡിയയുടെ പേര് എടുത്ത് പറഞ്ഞ് വീണ്ടും അതിനൊരു പബ്ലിസിറ്റി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്ത്യൻ പേരുകൾ കുറേ എൻ്റെ ഭാഷ കുറച്ചിന് ലോക്കലാവും. പി സി ജോർജിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടല്ല. വളരെ ലോക്കൽ മീഡിയാസ് ഉണ്ട്. ഈ മീഡിയയുടെ മുഖത്ത് നോക്കി നമുക്ക് കടക്ക് പുറത്ത് പറയാൻ സാധിക്കുന്ന സമയത്ത് മാത്രമേ ഇവനൊക്കെ നമ്മുടെ സഭയെ കയറി ചൊറിയുന്ന പരിപാടി നിർത്തത്തുള്ളൂ. ഇങ്ങനെയുള്ള കുറേ മീഡിയ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ നമ്മളെടുക്കേണ്ട തീരുമാനം ഇങ്ങനെയുള്ള മീഡിയനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ജെന്യുവിനായിട്ടൊരു തെറ്റ് കണ്ടാൽ, അത് സഭയിൽ കണ്ടാലും ശരി, നിങ്ങളുടെ സംഘടനയിൽ കണ്ടാലും ശരി, ഇടവകയിൽ കണ്ടാലും ശരി, ചോദ്യം ചെയ്യണം. ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യണം, സംശയമില്ല. പക്ഷേ ഇല്ലാത്ത മഞ്ഞ വാർത്തകൾ പടച്ചു വിടുന്ന മീഡിയകളെ മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസ് പോലെ ഏറ്റവും നിലവാരമുള്ളൊരു സംഘടന മുമ്പിലേക്ക് വെക്കില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു സെഷന് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം സാർ, ഞങ്ങൾക്കൊരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. കാരണം സ്റ്റുഡൻസ് കോൺഫറൻസിൽ എൻ്റെ വിശ്വാസം മാർത്തോമാ സഭയിൽ ഏറ്റവും ക്രീമായിട്ടുള്ള ചെറുപ്പക്കാർ വരുന്ന ഇതൊരു സംഘടന കൂടെയാണ്. ഇതൊരു കോൺഫറൻസ് മാത്രമല്ല, ഇത് സഭാപ്രതിനിധി മണ്ഡലത്തിൽ മെമ്പർഷിപ്പ് പ്രതി അയക്കാൻ സാധിക്കുന്ന ഒരു സംഘടനയാണ്. ഇവിടുന്ന് കുറച്ച് ഈ ഒരു കോൺഫറൻസിൽ നിന്ന് മാത്രമല്ല, സ്റ്റുഡൻസ് കോൺഫറൻസിൽ നിന്ന് കുറച്ച് പേരെ സാറിൻ്റെ 20,000-ലധികം ആൾക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനിയിലൊക്കെ ജോലിയൊക്കെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് ബാക്ക് ടു ദി ചേർച്ച് സാറിന് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരല്പസമയം കൂടി ആഫ്റ്റർ ദ സെഷൻ, ചോദ്യങ്ങളൊക്കെ അവസാനിച്ച് നമ്മളിവിടെ നിർത്തുകയാണ്. അതിനുശേഷം ഒരല്പസമയം ഇവരോട് ചെലവഴിക്കുകയാണെങ്കിൽ, ഇവർക്കൊക്കെ ആർക്കെങ്കിലും പേഴ്സണലി വന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരല്പസമയം കൂടി നിങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ റിയൽ ബ്ലെസ്സിങ് ഫോർ ഓൾ ദി സ്റ്റുഡൻസ് ഓവർ ഹിയർ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാം, കഴിഞ്ഞ 15 വർഷത്തെ എൻ്റെ സ്റ്റുഡൻസ് കോൺഫറൻസ് എക്സ്പീരിയൻസിൽ ദ ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് വൈബ്രൻറ്റ് ഓഡിയൻസ് ഈസ് അറ്റ് തിരുവല്ല മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസ് ഇൻ ദി 113th കോൺഫറൻസ്. എന്നോട് ആരോ വന്ന് പറഞ്ഞു, ആരാന്ന് ഓർക്കുന്നില്ല, സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ പിള്ളേർ മാത്രമല്ല ചാ, ഞങ്ങൾ സെറാഫിൻ തിരുമേനിയുടെ പിള്ളേരും കൂടെയാണ്. കാരണം ഒരൊറ്റ കോൺഫറൻസ് കൊണ്ട് തീർച്ചയായിട്ടും മാർത്തോമാ സഭയിലെ യോജനകളെ കയ്യിലെടുത്ത, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് സ്ഥാനം പിടിച്ചൊരു ഓഡിയൻസാണ് ഇവിടെ ഉള്ളത്. എല്ലാ സെഷനും അത്രയും വൈബ്രൻ്റ് ആയിരുന്നു. അവരുടെ ചോദ്യങ്ങൾ അവരോട് അല്പസമയം പങ്കിടുക. നിങ്ങളോടൊരു ഹമ്പിൾ റിക്വസ്റ്റ്, നിങ്ങളുടെ ഇനിയുള്ള ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇവരോട് ഉണ്ടെങ്കിൽ ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, സംസാരിക്കുക, ബന്ധം പുലർത്തുക. പിന്നെ നമ്മൾ നമ്മുടെ നിലപാടുകളിൽ ഒരിക്കലും മായം ചേർക്കരുത്. ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും നിങ്ങളെ പിന്നിൽ നിന്ന് വലിക്കാൻ ആൾക്കാർ കാണും. ഒന്നും വിചാരിക്കേണ്ട, കഷ്ടപ്പെട്ടോ അധ്വാനിച്ചോ, ട്രസ്റ്റ് മീ, യു ക്യാൻ ഫ്ലൈ ലൈക്ക് എനിത്തിങ്. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചോദ്യം ചോദിക്കുന്ന സമയത്ത്, നിങ്ങളെപ്പോലെ ഓഡിയൻസ് ഇരുന്ന സമയത്ത് വലിച്ച് ഒട്ടിക്കാനായിട്ട് കോൺഫറൻസ് തന്നെ ആൾക്കാർ കാണും. ബട്ട് ട്രസ്റ്റ് മീ, ഒന്നും പേടിക്കേണ്ട. കൊറോണയൊക്കെ വന്ന സമയത്ത് ഒരു 4 മാസം പട്ടിണി അടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ വി ക്യാൻ ടോക്ക് ഇൻ എ ലേറ്റർ സ്റ്റേജ്. ജീവിതത്തിൽ ഇന്ന് കുറേയേറെ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അല്പം പ്രൗഡായിട്ട് തന്നെ പറയാം, മാർത്തോമാ സഭയെന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് റോബോട്ടിക്സിൽ, അതായത് ഞാൻ K-12 സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയിലാണ് പറയുന്നത്, 193 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷനിൽ ഞാൻ പ്രദാനം ചെയ്യുന്ന UAE സിൽവർ മെഡലിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റുഡൻസ് കോൺഫറൻസിൽ നിന്ന് ഇനിയും നമുക്കിവിടെ ഏറെ വിജയങ്ങളുണ്ടാവണം, ഏറെ ബിസിനസ്സുകാരുണ്ടാവണം, മീഡിയ പേഴ്സൺസ് ഉണ്ടാവണം, പൊളിറ്റീഷ്യൻസ് ഉണ്ടാവണം. അടുത്ത തവണ ഇനി മാത്യു സാറിന് പകരം സ്റ്റുഡൻസ് കോൺഫറൻസിൽ ഒരാൾ മത്സരിച്ച് സാറിനെ തോൽപ്പിച്ചാലും ഞാൻ സന്തോഷിക്കും. കാരണം സ്റ്റുഡൻസ് കോൺഫറൻസ് അതിന് സാധിക്കും. നിങ്ങൾ സഭയുടെ ഭാവിയാണ്. ആ ഭാവി നിങ്ങളുടെ കയ്യിൽ ഭദ്രമാണെന്നുള്ളത് നിങ്ങളെ കണ്ടു മനസ്സിലാക്കി. താങ്ക് യു KG Abraham സർ, താങ്ക് യു വർഗീസ് സർ, താങ്ക് യു ഓർഗനൈസേഴ്സ് ഫോർ ദി എൻറ്റയർ ഓഡിയൻസ്. ഇവിടെ ഒരാൾക്ക് ചോദ്യം ചോദിക്കാൻ മുട്ടിയിരിക്കുക. ഡെന്നിസ്, ഒരു ചോദ്യം, ദ ഫൈനൽ ചോദ്യം, അതിനുശേഷം നമ്മളിത് വൈൻഡപ്പ് ചെയ്തിറങ്ങുന്നു. എൻ്റെ പേര് ഡെന്നിസ് സാംസൺ. എൻ്റെ ചോദ്യം KG Abraham സാറിനോടാണ്. മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ അഭിമാനമായിരുന്ന അഡ്വക്കേറ്റ് PA സൈറസ് സാറ് KG Abraham സാറിൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യുമോ ഞങ്ങളോട്? ആരാണത്? അഡ്വക്കേറ്റ് PA സൈറസ് സാർ. സൈറസ് സാർ
സൈറസ് സാർ എന്ന് പറയുന്നത് എൻ്റെ ഫാദറിൻ്റെ കസിനാണ്. ഹി വാസ് എ റിയൽ വർക്കർ. മാർത്തോമാ സഭ മുഴുവൻ അറിയുന്ന ഒരാളായിരുന്നു. നമ്മളെ വിട്ട് കടന്നുപോയി. ഒറീസ് ട്രൈബൽ ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ. നമ്മുടെ എറണാകുളം ഹൈക്കോർട്ടിലെ ഒരു സീനിയർ അഡ്വക്കേറ്റായിരുന്നു. അപ്പോഴേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളായതുകൊണ്ട് പറയും, എന്നാൽ ഒരു പ്രാവശ്യം പോലും വന്ന് ചോദിക്കത്തില്ലടാ എനിക്കൊരു 2 ലക്ഷം രൂപ തരണം. എൻ്റെ അവിടെ ഈ ഒറീസ ആന്ധ്രയിലൊക്കെ ഒത്തിരിയും പ്രവർത്തനം നടക്കുന്ന സമയത്ത് അവർ 10, 500, 600 പേരെ പിള്ളേരെ നോക്കുന്നുണ്ടായിരുന്നു, ഈ ട്രൈബൽ പിള്ളേർ. അപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ മോൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛാ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനൊക്കെ എങ്ങനെയാണ് പോകുന്നത്? എല്ലാം നടക്കുന്നതാ, എൻ്റെ നിന്ന് വല്ല ആവശ്യമുണ്ടോ? ദൈവം എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നവരോട് കൂടെ ദൈവം എപ്പോഴും ഉണ്ട്. എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥന എൻ്റെ ഈ വളർച്ചയ്ക്ക് കാരണമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ഈ അച്ഛന്മാരൊക്കെ പറയും ബേബിച്ചൻ്റെ ഗുണമൊന്നുമല്ല അമ്മച്ചിമാരുടെ ഗുണം, അത് നമ്മുടെ അച്ഛന്മാരെല്ലാവരും പറയും. അപ്പം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രയാസമില്ല, അമ്മച്ചി പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്ന് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്തോ എനിക്ക് എന്നെക്കൊണ്ട് സഹായിക്കുന്നത്, നീ എന്താടാ അങ്ങനെ ചോദിച്ചു? ഇച്ചിരി ഒരു കട്ടിയായിട്ടുള്ള സംസാരമാണ്. നീ എന്താടാ അങ്ങനെ ചോദിച്ചു എന്നോട്? അത് ഞാൻ അച്ഛൻ ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട്, അച്ഛൻ എന്തെങ്കിലും സഹായം വേണോ? എന്നാ വേണം, എനിക്ക് അടുത്ത മാസം തൊട്ട്, അത് ആദ്യം എടുത്തു പറഞ്ഞില്ല, കുറച്ചൊന്ന് ഇത് ഡ്രാഗ് ചെയ്തേച്ച്, എനിക്ക് അടുത്ത മാസം നീ എനിക്കൊരു 2 ലക്ഷം രൂപ വെച്ച് അയച്ചു തരണം. എൻ്റെ പിള്ളേരെ ഇത് എല്ലാവരും എനിക്ക് കണ്ടിന്യൂ ചെയ്യുന്നില്ല, കുറച്ച് മാവേലിക്കരയിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ അവർക്ക് പ്രയാസമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് നീ തരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു എന്നെക്കൊണ്ട് ചോദിപ്പിച്ചതാരാ ദൈവമായിരിക്കും. അല്ലെങ്കിൽ അച്ചായൻ്റെ ആ പ്രയാസത്തിൽ ഞാൻ ദൈവം അറിഞ്ഞിട്ട് എന്നെക്കൊണ്ട് ചോദിപ്പിച്ചായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു 20-22 വർഷമായിട്ട് ഇപ്പോഴും ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അച്ഛൻ മരിച്ചു പോയെങ്കിലും അതിനൊരു പ്രയാസമില്ലാതെ അവിടെ അത് നടക്കുന്നുണ്ട്. ഹി വാസ് എ റിയൽ വർക്കർ. നമ്മളൊക്കെ ഇത്തരം വർത്തമാനം പറയത്തേ ഉള്ളൂ, നമ്മളിലുള്ള പ്രവർത്തനം വളരെ കുറവാണ്. അതുപോലൊരു പ്രവർത്തനമില്ല. ഒരു പ്രാവശ്യം ഇവിടെ ചിലപ്പോൾ ഒരു 10-15 ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റലിൽ അവർ നോക്കുന്നവരുണ്ട്, ഒരു ഫാമിലിയാണ് അവരെ നോക്കുന്നത്, പിള്ളേരെ നോക്കുന്നത്. അപ്പോൾ ഇവരെൻ്റെ അടുക്ക് വന്നു, സാറേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സൈക്കിൾ മേടിച്ചു തരണം. എന്നോട് പറഞ്ഞു മേടിച്ചു കൊടുക്കരുത്, അവർ നടന്നും ബസ്സിനും പോയിട്ട് അറിയട്ടെ. സ്ട്രഗിൾ, they have to struggle, then only they can succeed എന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ്സ് എ ഡോൺ. ഞാൻ പറഞ്ഞു അച്ഛാ അതൊരു 10,000-3,000 രൂപ അല്ലേ ആകത്തുള്ളൊരു. നോ, ഇറ്റ് ഡിഡ്ന്റ് അലൗ മീ. കാരണം അങ്ങനത്തെ ഒരു ഇതാണ്. പുള്ളിക്കാരൻ അവിടെ താമസിക്കുന്നത് കണ്ണ് കാണാൻ വയ്യാത്ത ഒരു 10-20 പേരുണ്ട്, ആണും പെണ്ണുമായിട്ടുള്ള. അവരുടെ കൂടെയാണ് പുള്ളിക്കാരൻ താമസിക്കുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ കഴിക്കാനായിട്ട് അവിടെ ഇരുന്നപ്പം കഞ്ഞിക്കകത്ത് പയറിട്ട് ഇങ്ങനെ അവിടുത്തെ ആഹാരം അങ്ങനെയാണ്, എന്തെങ്കിലും ഇച്ചിരി പിക്കിളും ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കഴിക്കാനും വയ്യ, പിന്നെ അവിടെ നിന്ന് കഴിച്ചു. അങ്ങനെയാണ് പുള്ളിയുടെ ആ ജീവിതവും. അത് പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു ആളായിരുന്നു. ഞങ്ങളുടെ സൈറസ് അങ്കിളിനെ ഓർത്ത് വി ആർ സോ പ്രൗഡ് ഓഫ് ഹിം. ഹി വാസ് സോ സിൻസിയർ. വി ഹാവ് സോ സിൻസിയർ. 2 പ്രാവശ്യം കുയിറ്റ് വന്നിട്ടുണ്ട്. ഒറ്റ പൈസ പോലും ചോദിക്കത്തില്ല, ആരോടും ചോദിക്കത്തില്ല. സാറിന് എന്തെങ്കിലും വേണോ, വേണ്ട ഇത് അക്കൗണ്ടിലോട്ട് അങ്ങ് അയച്ചു കൊടുത്തേര്. ഒറ്റ പൈസ കൈ മേടിക്കത്തില്ല. ആ അവരുടെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്തേക്കണം. അങ്ങനെയാണ് ഒരു വെരി സിൻസിയർ വർക്കറായിരുന്നു. പല അച്ഛന്മാരുടെ ഭാഗത്തുനിന്നും സുശേഷയുടെ ഭാഗത്തുനിന്നും കേട്ടിട്ടുണ്ട്, സൈറസ് സാർ ഒരു മാതൃകയാണ്, ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമായിരുന്നു. സ്റ്റുഡൻസ് കോൺഫറൻസിൽ നിങ്ങൾക്ക് സൈറസ് സാറിനെ അറിയില്ല എങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഒരിക്കൽ എനിക്ക് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. അതോടൊപ്പം തന്നെ KG റഹ്മാൻ സാർ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമുക്ക് ജെന്യൂനായിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും സാർ അത് സപ്പോർട്ട് ചെയ്യാൻ മനസ്സുള്ള ഒരാളാണ് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അച്ഛന്മാർക്ക് മാത്രമല്ല, യുവജനങ്ങൾ, നിങ്ങൾക്ക് മിഷൻ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സപ്പോർട്ട് തീർച്ചയായിട്ടും സാർ തരും. അത് വടി കൊടുത്ത് അടിക്കുന്ന പണിയാണ് കേട്ടോ. നമ്മുടെ പൊതുരീതി എങ്ങനെയും ഒരു ജോലി വാങ്ങിക്കുക എന്നുള്ളതാണ്. ജോലി വാങ്ങിക്കുന്നതിൽ നിന്നും ജോലി നൽകുന്നതിലേക്കുള്ള യാത്ര കേരളത്തിൽ അത്യാവശ്യമാണ്. സാർ എങ്ങനെയാണ്, കെ ജെ എബ്രഹാം സാറിനോടാണ് ചോദ്യം. ഇത്രയും വലിയൊരാളെ കിട്ടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ കഷ്ടപ്പെട്ട് ജോലി പഠിക്കുക, ജോലി വാങ്ങിക്കുക എന്നുള്ളതിൽ നിന്ന് ജോലി കൊടുക്കുന്ന ഒരാളായിട്ടുള്ളൊരു മാറ്റം, അതിനുള്ള ധൈര്യം, ആ ധൈര്യവും ആ യാത്രയിൽ ഈ പ്രസ്ഥാനം കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ഗേറ്റിൽ നിൽക്കുന്ന ജോലിക്കാരൻ തുടങ്ങി ഓഫീസിൽ നിൽക്കുന്ന ജോലിക്കാരൻ വരെ ഒരുപോലെ ചിരിക്കുന്നത്, സന്തോഷത്തോടെ നിൽക്കുന്നത് ഒരു എത്തിക്സ് കൊണ്ടാണ്. ആ ഒരു ഷിഫ്റ്റ് എനിക്ക് ഈ ജോലിക്കാരനായിട്ട് മാത്രം ഇരുന്നാൽ പോലെ ജോലി കൊടുക്കുന്ന ഒരാളായിട്ട് മാറണം. ഞാനിത് പറയാൻ കാരണം നമ്മുടെ യുവജനങ്ങളെല്ലാം പഠിച്ച് ജോലി വാങ്ങിക്കുക മാത്രമല്ല, ജോലി കൊടുക്കുന്നവരായിട്ടിവിടെ ടേൺ ചെയ്താൽ മാത്രമേ ഈ മൈഗ്രേഷൻ്റെ ട്രെൻഡിൽ മാറാൻ പറ്റത്തുള്ളൂ എന്നുള്ള ബോധ്യം കൊണ്ടുകൂടെയാണ് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ കേൾക്കണം. എങ്ങനെയാണ് ജോലിക്കാരനല്ല ജോലി നൽകുന്ന ആളായിട്ട് മാറണമെന്നുള്ളതും ഈ ജോലിക്കാരെയെല്ലാം ഒരു എത്തിക്കൽ ഹാപ്പിനെസ്സിൽ നിർത്തുന്നത്. താങ്ക് യു ഫോർ ദി എക്സെപ്ഷൻ, ഫോർ ദി മോഡറേറ്റ്. താങ്ക് യു. ആ ചരിത്രം ഞാൻ പറയാം. ജോലിക്കാരനായിട്ട് ഞാൻ 7 വർഷം വർക്ക് ചെയ്തു. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 മൂത്ത മോനുണ്ടായ 5 വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നിട്ട് 5 വർഷം കഴിഞ്ഞാണ് കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ്. അപ്പം അവരെക്കാളും കൂടുതൽ ഞാൻ എൻ്റെ ജോലിയെ സ്നേഹിച്ചു. ഒറ്റ ഫ്രൈഡേ പോലും വർക്ക് ചെയ്യാതിരിക്കുക. ഫ്രൈഡേ അവിടെ ഹോളിഡേ. അവിടുത്തെ ഞാൻ റിഫൈനറിലാണ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ കോൺട്രാക്റ്റാണ്, സിവിള്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അങ്ങനത്തെ വർക്കുകളാണ്. ഒരു ദിവസം എന്നെ ഒരു പലസ്തീനിയൻ, ആദൽ ബഷാര എന്ന അവൻ്റെ പേര്, അവൻ കാൻബീസിലെ എൻജിനീയറാണ്. അവൻ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു, എബ്രഹാം, ആർ യു എ സബ് കോൺട്രാക്ടർ വർക്കിംഗ് വിത്ത് ദിസ് കമ്പനി? I said, no, I'm an employee. Then why you are working this many hours, this much without holiday? Why you are working? I said, I want to finish my work. I want to finish my work. That's why, I have a target to complete. അപ്പം അങ്ങനെ ഇരുന്ന ചാൻ എന്നോട് ചോദിച്ചു, why can't we work together? What do you mean by? I said, let us take the business and let us work as a partners. I said, I want to work, I want to do the business, but I have no money. I am an employee, I have my family there, and whatever I am getting, at that time I am getting maybe 400, 500, so it was a good salary. But വീടിന് വാടക കൊടുക്കണം, ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം. ഇത് ഞാൻ പറഞ്ഞു, I have no money with me. I said, I will take care. The money side, I will take care. You get the job, I will invest with you. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എഗ്രി ചെയ്തു. കാരണം ആ നല്ലൊരു ജോലി അന്നെനിക്ക്, ഞാൻ അവിടുന്ന് എൻ്റെ ജോലി കളഞ്ഞിട്ട് വേറെ പോയാൽ ഇതിൻ്റെ പകുതി സാലറി എനിക്ക് കിട്ടത്തില്ല. കാരണം ഐ ആം നോട്ട് ആൻ എൻജിനീയർ. പക്ഷേ ഒരു എൻജിനീയർക്ക് അന്ന് കിട്ടുന്നതിന് കൂടുതൽ സാലറി എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴേ ഞാനത് ചിന്തിച്ചിട്ട് വിചാരിച്ചു, ഞാനൊരു കമ്പനി സ്വന്തമായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ബ്രിങ് 50 പീപ്പിൾ. എൻ്റെ കണക്ക് ഇന്നും എൻ്റെ ഇതിൽ 50 പീപ്പിൾ ഫ്രം മൈ വില്ലേജ്. ദാറ്റ് വാസ് മൈ മോട്ടോ. എനിക്ക് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ആൾക്കാരെ 10-50 പേരെ എനിക്ക് കൊണ്ടൊന്ന് ജോലി കൊടുക്കാം. ഞാൻ പറഞ്ഞു, സമ്മതിച്ചിടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വർക്ക് കോട്ട് ചെയ്തു. 2 വർഷത്തെ 2 റിഫൈനറിയുടെ മെയിൻ്റനൻസ് കോൺട്രാക്ട് കിട്ടി. ആദ്യം തന്നെ 10-75 പേരെ ഞാൻ അവിടെ കൊണ്ടുവന്നു. എല്ലാം സാധാരണ വർക്കേഴ്സ്, പിന്നെ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നു. അവരുടെ കൂടെ ഞാനും അന്ന് 8 മണിക്കൂറിന് 10 മണിക്കൂർ അവരുടെ കൂടെ വർക്ക് ചെയ്യുക. അല്ല, ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഞാനും വർക്ക് ചെയ്യുക. ആ വന്ന അവരുടെ പിള്ളേർ ഓരോരുത്തരും ഇന്നിപ്പം എൻജിനീയേഴ്സും അമേരിക്കയിലും അവിടെയും ഇവിടെയൊക്കെയായി. ഇന്ന് ഞങ്ങളുടെ വില്ലേജിൽ നിന്ന് ഏകദേശം 1500-2000 പേരുള്ള തിരുവല്ല,
നിരണം, കടപ്പുറ, തലവടി ആ ഭാഗത്തു നിന്ന് 2000 പേരെങ്കിലും നമ്മളെ അറിയുന്നവർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആൾക്കാരെ നമ്മൾ ഏത് രീതിയിൽ വർത്തിക്കുന്നോ അതിലപ്പുറമായിട്ട് അവരെ നമ്മൾ സ്നേഹിക്കും. അപ്പം നമ്മൾ ജോലി കൊടുക്കാൻ നമ്മൾ പേടിക്കണം. വി ഹാവ് ടു ബി ഫെയർ. ദേ ഡോണ്ട് പേ സിംഗിൾ പെനി. അവർ ഇവിടുന്ന് വരണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടിക്കറ്റ് അവരെടുത്തോണം. അത് എൻ്റെ നിയമമാണ്, നിബന്ധനയാണ്. കാരണം ഇവിടുന്ന് 1-2 പേര് വന്നേച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ ചൂടാ, ഞാനങ്ങ് തിരിച്ചു പോവാം. ഈ ഒരു വീട് അപ്പോൾ ഒരാൾ പറഞ്ഞ് ഈ ടിക്കറ്റും കൂടെ അബ്രാം കൊടുക്കുന്നതുകൊണ്ടാണ് തിരിച്ച് ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തേ ഒക്കത്തുള്ളൂ. തിരിച്ച് അവനെ വന്നു കഴിഞ്ഞിട്ട് അവനെ അവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ വി ഫോഴ്സ് ടു ഗീവ് ടിക്കറ്റ്, വി ഹാവ് ടു റിട്ടേൺ ഹിം ബാക്ക്. അപ്പം പറഞ്ഞ് ആദ്യത്തെ ടിക്കറ്റ് നീ വരണം, നിൻ്റെ ടിക്കറ്റ് വരണം, അവിടെ വന്നിട്ട് ജോലി ചെയ്ത് പൈസ നമ്മൾ ഒരു ന്യായമായിട്ടുള്ള സാലറി ഒന്നും പിന്നെ ഒറ്റ പൈസ പോലും അവർക്ക് ചിലവാക്കേണ്ടി വരത്തില്ല. സോ ദാറ്റ് മീൻസ് നമ്മൾ വി ആർ സിൻസിയർ വിത്ത് ദം. വി വാണ്ട് ദം ടു ട്രെയിൻ ബൈ ദംസെൽഫ് ആൻഡ് ഗ്രോ ബൈ ദംസെൽഫ്. അപ്പോൾ എന്നുള്ളത് കൊണ്ടുകൊണ്ട് ദേ ആർ വെരി സിൻസിയർ. അതാണ് നമ്മൾ ജോലി കൊടുക്കുമ്പം പേടിക്കാതെ നമ്മൾ കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് കഷ്ടപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടല്ലോ, ചിലർ നാട്ടിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ അവിടെ കൊണ്ടുവന്നേച്ച് വരുമ്പോഴാ അവർ എങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞു വീട്ടിലെ ജോലി ഇടാ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്താ, കാരണം ഞാൻ കൊണ്ടുവന്നതല്ലയോ, അല്ല അവർ കൊണ്ടുവന്നതല്ലയോ, അങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം സഹോദരനോട് എടാ നീ അതഞ്ഞ് എടുത്തുകൊണ്ട് പോടാന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നല്ലോ, എന്നെ ഇങ്ങനെ കൊണ്ടുവന്നത് കൊണ്ടാണ് എന്നെ ഇട്ട് കഷ്ടപ്പെടുന്നതെന്ന്. ആക്ച്വലി അതിൻ്റെ അകത്ത് ഫാക്റ്റ് കാണത്തില്ല. പക്ഷേ ഞങ്ങളുടെ അവിടെ യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സംഭവം ഉണ്ടായിട്ട് ഒരുത്തരും, ഈവൻ KNPC-ക്കാർ ഞങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അവർ പറഞ്ഞു വി നെവർ എക്സ്പെക്ട് ഇറ്റ് ക്യാൻ ബി സോൾവ് ലൈക്ക് ദിസ് എന്നുള്ള ഒരു ഇത് കൊടുത്തു. താങ്ക് യു സോ മച്ച് സർ. അച്ഛന് വല്ലവരും ഉണ്ട്, അച്ഛന്മാരുടെ മക്കൾ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഏതാ സാബു അല്ലയോ? സാബു അല്ല, അച്ഛൻ്റെ മോൻ പഠിച്ച് പാസ്സായില്ല, അതുകൊണ്ട് അച്ഛന് ജോലി ചോദിക്കാതെ. അല്ലാതെ അച്ഛൻ എത്ര അച്ഛന്മാരാന്നറിയോ ജോലിയെന്നും പറഞ്ഞിട്ട് ഇത് അയച്ചു തരുന്നത്, ഈ ബയോഡേറ്റ അയച്ചു തരും, എന്നിട്ട് അവർ പൈസ മേടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സാർ. നമ്മുടെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർത്തോമാ സഭയുടെ അഭിമാനം, ഈ പ്രിയപ്പെട്ട വ്യക്തികൾ തീർച്ചയായിട്ടും സഭയുടെ അഭിമാനമാണ്. 113ാമത് മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ആദരവ് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട KG എബ്രഹാം സാറിന് മെമൻറ്റോ നൽകുന്നത് ഇപ്പോൾ അവസാനം പറഞ്ഞ സാർ അവസാനിപ്പിച്ച നമ്മുടെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന ബിജു സാമച്ചനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു KG എബ്രഹാം സാറിനുള്ള ആദരവ് നൽകുന്നതിനായി. ഈ കോൺഫറൻസിൻ്റെ ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു പ്രിയപ്പെട്ട ഇപ്പോൾ കറ്റാനം ഇടവയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു സാമച്ചൻ. പ്രിയപ്പെട്ട KG എബ്രഹാം സാറിൻ്റെ കുവൈറ്റിലെ വികാരി കൂടിയായിരുന്നു പ്രിയപ്പെട്ട ബിജു സാമച്ചൻ. അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട വർഗീസ് ജോർജ് സാർ എന്നൊന്നും ഞാൻ വിളിക്കത്തില്ല, ഞാനും വർഗീസും കൂടെ ഒന്നിച്ച് മാർത്തോമാ കോളേജിൽ കോളേജ് യൂണിയൻ മെമ്പേഴ്സായിട്ട് ഇരുന്നിട്ടുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ ഫസ്റ്റ് DC റെപ്പും ഇദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. അതുകൊണ്ട് മാർത്തോമാ കോളേജിൻ്റെ കൂടെ ഒരു അഭിമാനമാണ്. സീനിയർ ഫ്രണ്ട്സിനെയും കൂടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തോമസ് മാത്യു സാർ, മാർത്തോമാ കോളേജിലെ മുൻ അധ്യാപകൻ, സീനിയർ ഫ്രണ്ട്സിൻ്റെ പ്രതിനിധി ബഹുമാനപ്പെട്ട തോമസ് മാത്യു സാർ സ്റ്റേജിലേക്ക് വന്ന് പ്രിയപ്പെട്ട വർഗീസ് K. ജോർജ്, മാർത്തോമാ സഭയുടെ എക്കാലത്തെയും അഭിമാനം, തിരുവല്ല മാർത്തോമാ കോളേജിൻ്റെ അഭിമാനം, സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ അഭിമാനം, പ്രിയപ്പെട്ട വർഗീസ് K. ജോർജ് സാർ. മാധ്യമരംഗത്ത് ഇനിയും യശസ്സുകൾ ഉയർത്തി മുന്നോട്ട് പോകുവാൻ പ്രിയപ്പെട്ട വർഗീസിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നല്ല കൈയടി നൽകി നമ്മുടെ അഭിമാനം, സഭയുടെ അഭിമാനം. പ്രിയപ്പെട്ട ബെൻസൺ മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോൺഫറൻസിലാണ് ഞാൻ ഈ മനുഷ്യനെ, അന്ന് ഇത്രയും വയറൊന്നും ഇല്ലായിരുന്നു, 10 വർഷം മുമ്പ് ഏകദേശം. നിങ്ങളുടെയൊക്കെ പ്രതിനിധിയായിട്ട് നാളെ ഇവിടെ ഇരിക്കേണ്ട ഒരാളെ ഞാൻ വിളിക്കുകയാണ്. ഒരുപക്ഷെ ബെൻസനെ പോലെ ഇവിടെ ഇരുന്ന് സ്റ്റുഡൻസ് കോൺഫറൻസ് ചെയർ ചെയ്യാനായിട്ടുള്ള ഞാൻ കാണുന്ന ഒരാൾ, അത് മറ്റാരുമല്ല, ഈ വശത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഗസ് ചെയ്യാമോ? ഈ കോൺഫറൻസിൽ അത്യധികം ആഘോഷങ്ങൾ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഒരാൾ, പ്രിയപ്പെട്ട ആഘോഷ് സ്റ്റേജിലേക്ക് വന്ന് നിങ്ങളുടെ പ്രതിനിധിയായിട്ട് റാന്നി മന്നവരുതി സ്വദേശിയാണ്
ഈ കോൺഫറൻസിലെ ഏറ്റവും ഡിസിപ്ലിൻഡ് വ്യക്തിയായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ആഘോഷ്. ഇതെല്ലാം ആഘോഷങ്ങൾക്ക് എല്ലാം നാന്ദി കുറിക്കുന്ന വളരെ വൈബ്രൻ്റ് ആയൊരു ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ട ആഘോഷിനെ ഞാൻ ബെൻസൺ തോമസ് ജോർജിന് ഗിഫ്റ്റ് നൽകാനായിട്ട് ക്ഷണിക്കുന്നു.